അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ സിങ്കിൽ പാത്രമൊക്കെ കഴുകണ സിങ്കിൽ വെള്ളം പിന്നെ അഴുക്കൊക്കെ പാടെ നിറഞ്ഞാണ്. അവർ കഴുകലാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴുകാതിരിക്കാൻ പറ്റില്ല, പാത്രമായാലും എന്തായാലും. അപ്പോൾ ആ കഴുകൽ അങ്ങനെ അടയുന്നതിന് ചെയ്യേണ്ട ഒരു പണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടയൽ അങ്ങോട്ട് ഒഴിവായി കിട്ടും. ആദ്യം ഏതാ വെള്ളം എടുക്കുക, നല്ല തിളപ്പിക്കുക. അതായത് അത്യാവശ്യം ഇതിപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളത്തിലേറെ ഉണ്ടാവും കേട്ടോ. വലിയ ചെമ്പട്ടിയാണ്. അപ്പോൾ വലിയ പാത്രത്തിലാവുമ്പോൾ നല്ല വെള്ളം കത്തണം. നല്ല കത്തിയിട്ട് വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കണം. ഈ തിളക്കുന്ന വെള്ളം എത്ര അടഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ഈ കത്തി ഒന്ന് തിളക്കട്ടെ. ഒന്നും കൂടെ ഇങ്ങോട്ട് തിളച്ച് റെഡി ആയിട്ട് വേണത് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ. ഒരുവിധം അടഞ്ഞ പൈപ്പുകളൊക്കെ തുറക്കലുണ്ട്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ ആക്കി ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ച്, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാണ് വെച്ചാൽ പെട്ടോട്ടെ. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഒന്ന് തീ കെട്ട് ഞാൻ അങ്ങോട്ട് പുറത്ത് പോയപ്പോത്തിന്. അപ്പോൾ വെള്ളം വീണ്ടും നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാനുള്ളത് ഇതിലൂടെ അങ്ങോട്ട് ഒഴിക്കും. ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അത് അടഞ്ഞതിപ്പോൾ കാണിച്ചു തരാൻ പറ്റിയില്ല. ഏതായാലും അത് ഇനിയിപ്പോൾ വെള്ളം ചൂടാറും. ഇനിയിപ്പോൾ അത് കാണിക്കാൻ നിൽക്കുമ്പോഴത്തിന് 1 മിനിറ്റ് വെള്ളം ഏതായാലും ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം തിളച്ച വെള്ളമേ ഒഴിക്കാം, എന്നാലേ അവിടെ കാര്യമുള്ളൂ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ആവി കൊണ്ടുവരണ്ടിയില്ലേ. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലവര് പറഞ്ഞ കമൻറ്റിലൂടെ ഒക്കെ വരും, ഇത് പ്ലാസ്റ്റിക് പൈപ്പല്ലേ ഉരുകൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഉരുകും പിടിക്കൊന്നുമില്ല, ഒന്നും ചെയ്യൂല. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് കണ്ട് ഒഴിവാവും. ഞാൻ പോയി നോക്കട്ടെ, അവിടെ ബ്ലോക്ക് ഒഴിവായത് വെള്ളം ചാടാനാണ് സാധ്യത. ഞാൻ അവിടെ എത്തുമ്പോൾ ചാടി കഴിയുമെന്നാവും. ഞാനിങ്ങോട്ട് എത്തിയപ്പോഴത്തിന് വെള്ളം അടഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല. ഒക്കെ പാടെ വെള്ളം പോയി. അപ്പോൾ രണ്ടാമത് ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം. അവിടെ താഴത്തെ കണ്ടത്തിലുള്ളത്. ഞാനിതോ മേലൊന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ സ്റ്റെപ്പ് വഴി വരണം. അപ്പോൾ അത്ര സമയം എടുക്കുമ്പോഴത്തിന് ഇവിടെ അടഞ്ഞു ഇനി വെള്ളം അങ്ങോട്ട് ഞാൻ എത്തുന്നതിന് മുന്നേ വെള്ളം എത്തും. അപ്പോൾ വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളം വരുന്നത് കാണാണ്ടാ. ബ്ലോക്ക് ഒഴിവായി. അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടോ? കളറിന് ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. ഇത്രയും മാറ്റമുണ്ട് ആ വെള്ളത്തിന്. അപ്പോൾ ആദ്യം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ബ്ലോക്ക് ഒഴിവാകും. പൈപ്പിനൊന്നും കേടുപറ്റൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെയായിട്ട് വിചാരിക്കണ്ട. അതിലുള്ള അഴുക്ക് മുഴുവൻ അങ്ങോട്ട് പോരും. അടഞ്ഞു നിൽക്കുന്ന കൊഴുപ്പും അഴുക്കൊക്കെ പോരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. വെള്ളം ഇതുവരെ ബ്ലോക്ക് ആയിരുന്നു, വെള്ളം ഇങ്ങോട്ട് പോകുന്നിരുന്നില്ല. ഞാൻ അപ്പോൾ കഴിഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഇത് അടഞ്ഞിട്ടുണ്ട്, വെള്ളം ഇതിൽ കൂടെ പോകുന്നില്ല, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയുണ്ടല്ലോ, അത് ചെയ്ത് നോക്കുകയാണ്. ഇത് സക്സസ് ആയിട്ടുണ്ട്. കണ്ടോ വെള്ളം ഞാനിപ്പോൾ രണ്ടാമത് ഒഴിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചുകൊണ്ട് അതാ ഫുള്ള് വെള്ളം ബ്ലോക്ക് ഇല്ല, ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.